പാപമോചനത്തിനായി മനുഷ്യവർഗത്തിന് നൽകപ്പെട്ട ഏകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ അതുല്യവും അതിശയവുമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ഫേസ്ബുക്കിൽ ഞങ്ങളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഖ്യകൾക്ക് കൊടുക്കുന്ന മറുപടികൾ വീഡിയോ ആയിട്ട് ചെയ്ത് ഇവിടെ ഇടാം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ പരമ്പരയിലുള്ള അടുത്ത വീഡിയോ ആണ് ഇത്. എൻ്റെ പനി മാറി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എന്നാൽ ചുമ വിട്ടു മാറിയിട്ടില്ല, കഫക്കെട്ട് നന്നായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ചതാണ്. എന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുകയാണ്. അപ്പോൾ സൗണ്ടിൻ്റെ വേരിയേഷൻസ് നിങ്ങൾ ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. രോഹിത് ബാലകൃഷ്ണൻ എന്ന സംഖ്യ ഞങ്ങളെ ചൊറിഞ്ഞതിന് മറുപടി കൊടുത്തപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. രോഹിത് ബാലകൃഷ്ണനെ കൊണ്ട് ഇപ്പോൾ വലിയ ശല്യമില്ല. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന അടകർമ്മം എന്ന ആർഷ സംസ്കാര ആചാരത്തെക്കുറിച്ച് രോഹിത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇട്ട് ടാഗ് ചെയ്ത് വിളിച്ചു. ആ പോസ്റ്റിലേക്ക് ചത്താലും ഞാൻ വരൂലടാ എന്ന നിലപാടിലായിരുന്നു ഈ രോഹിത് ബാലകൃഷ്ണൻ. അതിൽ വന്നേ ഇല്ല, പിന്നെ 2 ദിവസത്തേക്ക് കണ്ടുമില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വേറെ പോസ്റ്റുകളിലൊക്കെ പതുക്കെ വന്ന് ചൊറിയുന്നുണ്ട്. എങ്കിലും മുൻപുണ്ടായിരുന്ന ശല്യം ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ ഈ അടകർമ്മത്തിൻ്റെ ആ പോസ്റ്റിൽ പലരും പലവട്ടം രോഹിത്തിനെ മെൻഷൻ ചെയ്തിരുന്നു. എന്നിട്ടും ഈ രോഹിത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സംഖ്യ ആ പോസ്റ്റിലേക്ക് വന്നില്ല. പക്ഷെ ആ പോസ്റ്റിലേക്ക് പുതിയൊരു സംഖ്യക്കുഞ്ഞ് വന്നു. യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ, പേര് സുമേഷ് PN. അവനൊരു ടിപ്പിക്കൽ സംഖ്യയാണ്. തെറിവിളി, ജാതി അധിക്ഷേപം, ഇത് രണ്ടും സുമേഷിൻ്റെ മുഖമുദ്രകളാണ്. ഇവനാണ് ആള്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളവന്മാരുടെ ഫോട്ടോയൊന്നും ഞാൻ കാണിക്കാറില്ല. കാരണം അവരുടെ നാട്ടിലുള്ളവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രങ്ങളാകണ്ട എന്ന് കരുതിയിട്ടാണ് മുഖം കാണിക്കാത്തത്. എന്നാൽ ഈ വീഡിയോയിൽ സുമേഷ് എന്ന ആളുടെ ഫോട്ടോ കാണിക്കുന്നതിന് കാരണം അവനൊരു ജാതിവെറിയനാണെന്നുള്ളത് കൊണ്ടാണ്. അവനൊരു തെറിയനാണ്, വെറും പച്ചത്തെറികളാണ് അവൻ്റെ കമൻറ്റിലുള്ളത്. അവൻ്റെ കമൻറ്റുകൾ ഇവിടെ കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം 2 വാചകത്തിനിടയിൽ 2 വാചകം എഴുതുമ്പോഴേക്കും അതിനകത്ത് ഉറപ്പായിട്ടും ഒരു തെറി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ തെറികളില്ലാത്ത കമൻസ് അവൻ ഇടുന്നുള്ളൂ. അതവന് വീട്ടിൽ നിന്നും ശാഖയിൽ നിന്നും കിട്ടിയ സംസ്കാരമാണ് നമ്മളെ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള ഏതാണ്ട് 95% സംഖ്യകളും ഇങ്ങനെയുള്ളവരാണ്. തെറിവിളിയനായതുകൊണ്ടല്ല ഞാൻ അവൻ്റെ മുഖം കാണിക്കാമെന്ന് വെച്ചത്, അവനൊരു ജാതിവെറിയനായതുകൊണ്ടാണ്. അവൻ എന്നെ വിളിക്കുന്നത് പുലയ ക്രിസ്ത്യാനി എന്നാണ്. അവൻ്റെ വിചാരം പുലയൻ എന്ന് വിളിച്ചാൽ എന്നെ അപമാനിക്കാം, എനിക്കത് അപമാനകരമായി തോന്നും എന്നൊക്കെയാണ്. അതവൻ്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ പുലയജാതിയിൽപ്പെട്ട ആളല്ലെങ്കിലും എന്നെ ആരെങ്കിലും പുലയനെന്ന് വിളിച്ചാൽ എനിക്കതിൽ യാതൊരു എതിർപ്പുമില്ലെന്ന് മാത്രമല്ല, എനിക്കത് അഭിമാനവുമാണ്. കാരണം ചരിത്രത്തിലേക്ക് നോക്കിയാൽ പുനർജന്മത്തിൻ്റെ പേര് പറഞ്ഞോ, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞോ, ആചാരങ്ങളുടെ പേര് പറഞ്ഞോ, വേറെ എന്തെങ്കിലും പേരുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, പുലയന്മാർ ആരുടെയെങ്കിലും അധ്വാന ഫലം ചൂഷണം ചെയ്തുകൊണ്ട് ജീവിച്ചവരായിരുന്നില്ല എന്ന് കാണാം. അവർ പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുത്ത് ജീവിതത്തിൽ ഒരിക്കലും വയർ പൂർണ്ണമായി നിറഞ്ഞ അനുഭവമില്ലാതെ അർദ്ധ പട്ടിണിക്കാരായി ജീവിച്ചു മരിച്ചവരാണ്. ജാതിവ്യവസ്ഥയും കേരളചരിത്രവും എന്ന പുസ്തകത്തിൻ്റെ പേജ് 172 കേരളത്തിൻ്റെ സകല സാംസ്കാരിക മഹിമകൾക്കും അടിത്തറയായി PK ബാലകൃഷ്ണൻ വിശേഷിപ്പിക്കുന്നത് നെൽകൃഷിയെയാണ്. സകല സാംസ്കാരിക മഹിമകൾക്കും അടിത്തറ നെൽകൃഷിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ നെൽകൃഷിയുടെ ഉൽപ്പാദനവും വിതരണവും. നെൽകൃഷി ആരാണ് ഇവിടെ ചെയ്തിരുന്നത്? ആരാണ് ആ കൃഷി ചെയ്തിരുന്നത്? അങ്ങിങ്ങ് കുറച്ച് ഈഴവരൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അപൂർവങ്ങളായിട്ട് ചിലയിടങ്ങളിൽ ഈഴവരുണ്ട്. എന്നാൽ നമ്മൾ നോക്കിയാൽ ഭൂരിപക്ഷവും പുലയരായിരുന്നു നെൽകൃഷി ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ മലയാളി അഭിമാനിക്കുന്ന അവൻ്റെ സാംസ്കാരിക മഹിമ അത് പുലയൻ്റെ അടിമപ്പണിയിലാണ് നിർമ്മിതമായത്. മനസ്സിലായോ? പുലയർ ഒറ്റയ്ക്ക് നെൽപ്പാടത്ത് വിയർപ്പൊഴുക്കി. തീണ്ടലുണ്ടായിരുന്നത് കൊണ്ട് വേറെ ജാതിക്കാർക്കാർക്കും അവരോടൊപ്പം ഒരുമിച്ച് പാടത്ത് പണിയെടുക്കാൻ പറ്റുമായിരുന്നില്ല. പുലയരുടെ അധ്വാനത്തിൻ്റെ ഫലം ആഭിജാതവർഗങ്ങൾ കൈവശപ്പെടുത്തുകയാണുണ്ടായത്. ഇന്ന് പലരും അഭിമാനത്തോടെ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ ഈ സാംസ്കാരിക മഹിമ മനുഷ്യത്വ വിരുദ്ധതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും സാമൂഹിക അനീതികളുടെയും മീതെ പണിതുയർത്തിയതാണ്. അതായത്
കേരളത്തിൻ്റെ സാംസ്കാരിക മഹിമയുടെ അടിത്തറയിൽ അടിമത്തവും തൊഴിൽ ചൂഷണവും ജാതി വ്യവസ്ഥയുമാണ് ഉള്ളത്. മറുവശത്ത് ജാതിവെറിയൻ സുമേഷിനെ പോലെയുള്ളവർ അഭിമാനിക്കുന്ന ഉയർന്ന ജാതിക്കാർ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ കാര്യം എന്തായിരുന്നു? അവർ വെറും പരാന്നഭോജികളായിരുന്നു. പരാന്നഭോജികൾ, ജോലിയെടുക്കാതെ മറ്റുള്ളവരുടെ അധ്വാന ഫലം കവർന്നെടുത്ത് ജീവിച്ചിരുന്ന ഇത്തിൽ കണ്ണികളായിരുന്നു ഈ സുമേഷിൻ്റെയൊക്കെ പൂർവികർ. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിനോടൊപ്പം നായരെന്നോ നമ്പൂതിരിയെന്നോ വെച്ചാൽ അതെനിക്ക് അപമാനമായിരിക്കും. പക്ഷെ പുലയൻ എന്ന് വിളിക്കുന്നത് എനിക്ക് അപമാനമല്ല. അതെൻ്റെ വായനയിൽ നിന്നും ചരിത്രബോധത്തിൽ നിന്നും ഞാൻ ആർജിച്ചെടുത്ത ഒരു തിരിച്ചറിവാണ്. എന്നാൽ സമൂഹത്തിന് ഈ തിരിച്ചറിവില്ല. ഏത് മതത്തിൽപ്പെട്ടവരുമായിക്കോട്ടെ, ഇക്കാര്യത്തിൽ അവരെ സ്വാധീനിച്ചിരിക്കുന്നത് വേദാന്ത മത തത്വചിന്തയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദുമതം, അതിൻ്റെ തത്വചിന്ത. ഹിന്ദുമതത്തിൻ്റെ പൂർവികമാണ് ഈ വേദാന്ത മതം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ബന്ധമില്ല. എന്നാൽ ഹിന്ദുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളായിട്ട്, പ്രമാണ ഗ്രന്ഥങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത് ഈ വേദാന്ത മതത്തിൻ്റെ പുസ്തകങ്ങളാണ്. അതെന്തെങ്കിലും ആകട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്തിലെ മറ്റ് സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സമൂഹത്തിൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നവന് യാതൊരു വിലയില്ലാത്തതും അധ്വാനിക്കാത്തവന് വിലയുള്ളതും, മേലനങ്ങി പണിയെടുക്കുന്നത് എന്തോ കുറഞ്ഞ കാര്യമായിട്ടാണ് ഇന്ത്യക്കാർ കാണുന്നത്. അതിന് കാരണം ഈ വേദാന്ത തത്വചിന്തയാണ്. മനസ്സിലായോ? കഴിഞ്ഞ ജന്മത്തിൽ മഹാപാപം ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇവനിങ്ങനെ ജനിക്കേണ്ടി വന്നത്. ഈ കഷ്ടപ്പെടുന്ന ചണ്ടാളനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദരിദ്രനായിട്ടോ ശൂദ്രനായിട്ടോ ഇങ്ങനെയൊക്കെ ജനിക്കേണ്ടി വന്നത് കഴിഞ്ഞ ജന്മത്തിൽ മഹാപാപി ആയതുകൊണ്ടാണ്. അതേസമയം ബ്രാഹ്മണനായിട്ട് ജനിക്കേണ്ടി വന്നത് കഴിഞ്ഞ ജന്മത്തിൽ എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു, നല്ലവനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഒരുത്തൻ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നീ കഴിഞ്ഞ ജന്മത്തിൽ എത്ര മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊക്കെ അനുഭവിച്ചോടാ, അനുഭവിക്കുന്നു പറയും. അതേസമയം ഒരു ബ്രാഹ്മണനെ കാണുമ്പോൾ എന്തൊരു സാധുവായ മനുഷ്യൻ, കഴിഞ്ഞ ജന്മത്തിൽ എന്തോ നന്മ ചെയ്തു, ആരൊക്കെയോ സഹായിച്ചു, എന്തൊക്കെയോ ചെയ്തു, അതിൻ്റെ ഫലം ഈ ജന്മത്തെ അനുഭവിക്കുകയാണ്. പണിയെടുക്കാതെ ഇരിക്കുന്നവന് എല്ലാ ബഹുമാനവും, പണിയെടുക്കുന്നവനെ നികൃഷ്ടനായിട്ട് കാണുന്നത്. അതാണ് ഇവിടുത്തെ സംസ്കാരം. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളവരെടുത്ത് ഈ സുമേഷിനെ പോലെയുള്ളവർ ഒരാളെ പുലയനെന്ന് വിളിക്കുന്നത് അയാളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കാമെന്ന ചിന്തയിലാണ്. അവൻ്റെ ആ മനോഭാവം വൃത്തികെട്ടതാണ്. അങ്ങനെയുള്ളവർ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടണം. അവൻ്റെ പരിചയക്കാരിലോ അയൽപക്കത്തോ ജോലിസ്ഥലത്തോ പുലയരോ മറ്റ് ദളിതരോ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഈ സുമേഷ് എന്ന് പറയുന്നവൻ്റെ ഉള്ളിൽ ജാതിവെറി എന്ന കാളകൂട വിഷം എത്ര ശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് പൊതുസ്ഥലത്ത് വെച്ച് അവനെതിരെ സംസാരിക്കുന്നവരെ പുലയ ക്രിസ്ത്യാനി എന്ന് വിളിച്ച് അപമാനിക്കാൻ അവന് സാധിക്കുന്നത്. ജിഹാദികളെ പോലെ തന്നെ പൊതുസമൂഹം അകറ്റി നിർത്തേണ്ട കൂട്ടരാണ് ഇവരും, ഈ ജാതിവെറിയന്മാരും. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ഫോട്ടോ കാണിക്കാം എന്ന് വെച്ചത്. ആർഷ സംസ്കാരത്തിൻ്റെ ക്രൂര ചരിത്രം പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നാവിട്ടലയ്ക്കുന്ന ഇവർ മനസ്സിലാക്കാത്ത പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നതേ അവർക്ക് വേണ്ടിയും കൂടിയാണ്. മനസ്സിലായോ? അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞങ്ങളിതെല്ലാം സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഇവർ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളുകളാണ്. മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ നിൽക്കണമെന്നല്ല പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. വിശ്വാസം അവിടെ മാറ്റിവെക്കി. ഞാൻ പറഞ്ഞത് വേറെ ചില കാരണങ്ങൾ കൊണ്ട്, ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഇവർ ഞങ്ങളോട് കൂടെ നിൽക്കേണ്ടവരാണ്. അല്ലെങ്കിൽ ഇതിനെതിരെ, ഈ ആർഷ സംസ്കാരത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരോട് കൂടെ നിൽക്കേണ്ടവരാണ് ഇവർ. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇവരും ഇരകളാണ്, ആർഷ സംസ്കാരത്തിൻ്റെ ഇരകളാണ് ഇവരും. അതുകൊണ്ടാണ് ചരിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നായരായാലും ശരി, ഈഴവരായാലും ശരി, ആശാരി ആയാലും മൂശാരി ആയാലും മുക്കോരായാലും, ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, ബ്രാഹ്മണരെ തന്നെ എടുത്തോ, ബ്രാഹ്മണരല്ലേ സ്ത്രീകളായാലും ശരി, അവരെല്ലാം ഇരകളായിരുന്നു. ആർഷ സംസ്കാരത്തിൽ ആ സംസ്കാരം കൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ളത് ഒരേ ഒരു കൂട്ടർക്ക് മാത്രമാണ്, ബ്രാഹ്മണ പുരുഷന്മാർക്ക് മാത്രം, വേറെ ആർക്കുമില്ല. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ അത് അല്പം കൂടെ ചുരുങ്ങും. നമ്പൂതിരി എന്ന് പറയുന്ന വിഭാഗത്തിലെ എല്ലാ പുരുഷന്മാർക്കും ഇല്ല, മൂത്ത സന്താനം, ആണുങ്ങളായിരിക്കുന്ന മൂത്ത സന്താനം ഉണ്ടല്ലോ, അവർക്ക് മാത്രം. അവർക്ക് താഴെയുള്ളവർക്കൊക്കെ വിവാഹം നിഷിദ്ധമായിരുന്നു. അവരെ വിളിക്കുന്ന അഫൻ നമ്പൂതിരിമാരെന്നാണ് ഈ താഴെയുള്ളവരെ. ഈ അഫൻ നമ്പൂതിരിമാർക്കൊന്നും വിവാഹമില്ല. അവർക്ക് വിവാഹം കഴിച്ചു കുടുംബമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല. സംബന്ധം ചെയ്തോ, നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികാവശ്യം നിറവേറ്റാൻ സംബന്ധം ചെയ്തോ, പക്ഷെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ പാടില്ല. കാരണം അങ്ങനെ കുടുംബമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു കുടുംബമായിട്ട് വരുന്നു, അതിനുവേണ്ടി സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കേണ്ടി വരും. അവൻ്റെ താഴെയുള്ള വിവാഹം കഴിച്ചു വരുന്നു, അപ്പോൾ അവനൊരു കുടുംബം, കുഞ്ഞുങ്ങൾ, സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ സ്വത്ത് ഭാഗം വയ്ക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് മാത്രം, അതായത് ഒരു കുടുംബത്തിനകത്ത് ജനിച്ചു വീഴുന്ന മൂത്ത മോനുണ്ടല്ലോ,
ഈ മൂത്ത മോന് മാത്രം വിവാഹം കഴിക്കാം. അതൊന്നല്ല കേട്ടോ, എത്ര വേണമെങ്കിലും കഴിക്കാം, ഒരു എണ്ണമില്ല ഇതിന്. എന്നാൽ താഴേക്കുള്ളവരും അതിന് ശേഷമുള്ളവർക്കൊന്നും വിവാഹം പാടില്ല. അപ്പോൾ അവരും ഇരകളായിരുന്നു. EMS, അതുപോലെ VT ഭട്ടതിരിപ്പാട്, MRB ഇങ്ങനെയുള്ളവരൊക്കെ ഈ താഴെ വരുന്ന അഫൻ നമ്പൂതിരിമാരുടെ വിഭാഗത്തിൽ വരുന്നവരാണ്. അവരൊക്കെ ഇതിനെതിരെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുമാണ്. ഈ കാരണം കൊണ്ട് തന്നെ. കാരണം വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണമെന്ന് അവർക്കും കാണില്ല ആഗ്രഹം. നൂറ്റാണ്ടുകളായിട്ട് ആഗ്രഹം അടച്ചു വെക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവർ. അവരിനി സംബന്ധത്തിന് പോകുന്നത് നമ്പൂരി സ്ത്രീകളുമായിട്ടല്ല, നായർ, വാര്യര്, പിഷാരടി ഇങ്ങനെയൊക്കെ പറയുന്ന അമ്പലവാസികളായിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടാണ്. ഇനി അവരിൽ കുഞ്ഞുണ്ടായി. സ്വന്തം കുഞ്ഞിനെ തൊടാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമായി. കാരണം ആ കുഞ്ഞ് ബ്രാഹ്മണൻ്റെ ആണെങ്കിൽ പോലും അമ്മയുടെ ഇതിലാണ് പരിഗണിക്കപ്പെടുക. അപ്പം ശൂദ്രനാണ്, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പം നമ്പൂരി ശൂദ്രനെ തൊട്ടാൽ അശുദ്ധനായി. മനസ്സിലായോ? മന്നത്ത് പത്മനാഭൻ്റെ പിതാവ് നമ്പൂതിരിയാണ്, പക്ഷേ രക്ഷയില്ല. പിതാവിൻ്റെ സ്പർശനം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാത്ത മക്കൾ. അത് ഞാൻ പറഞ്ഞ് എല്ലാവരും ഇരകളാണ്. ഈ സംസ്കാരം ഇതിൻ്റെ പുറകിലുള്ളത് പിശാചാണ്. പിശാച് മനുഷ്യനെ നശിപ്പിക്കാൻ, അവൻ്റെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനകത്ത് പെട്ടുപോയ ഇരകളാണ് ഇവരൊക്കെ. അത് ഞാൻ ഈ പറയുന്നത്, ഇവരൊക്കെ നമ്മളോടൊപ്പം നിൽക്കേണ്ടവരാ. അല്ലെങ്കിൽ ഞങ്ങളല്ല, വേറെ ആരായാലും ശരി, ഏത് കൂട്ടരാകട്ടെ, ആർഷ സംസ്കാരത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കേണ്ടവരാണ്. കാരണം ഇവരുടെ പൂർവികർ ഇരകളാണ്. നമ്മൾ ഈ നമ്പൂതിരി സ്ത്രീകളുടെ കാര്യം പറഞ്ഞല്ലോ. ഈ നമ്പൂതിരി സ്ത്രീകളുടെ അവസ്ഥ 19 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ നമ്പൂതിരി സ്ത്രീകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. നമ്മൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് പരിതാപകരമായിരുന്നു അവരുടെ ജീവിതം. ആ നമ്പൂതിരി സ്ത്രീകളെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇവരെക്കാൾ എത്രയോ ഭാഗ്യം ചെയ്തവരായിരുന്നു അക്കാലഘട്ടത്തിലെ പുലയരും പറയരും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. കാരണം കുറഞ്ഞ പക്ഷം ഈ പുലയർക്ക് സൂര്യപ്രകാശമെങ്കിലും അനുഭവിക്കാൻ കഴിയുമായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾക്ക് അതിനും ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അവർ അന്തർജനങ്ങളായിരുന്നു. അന്തർജനം, അകത്തുള്ള ജനം. മനസ്സിലായോ? പുറത്തല്ല, അകത്ത്, വീട്ടിനകത്ത്. അകത്ത് അരയ്ക്ക് മുകളിലേക്ക് അവർ നഗ്നരായിരുന്നു. വസ്ത്രം ധരിക്കാൻ പാടില്ലായിരുന്നു. അക്കാലത്തെ കേരള സ്ത്രീകൾ മൊത്തം അങ്ങനെയായിരുന്നു. നമുക്കറിയാം, ക്രിസ്ത്യൻ മിഷണറിമാരാണ് വന്നിട്ട് കേരള സ്ത്രീകളെ മാറൊക്കെ മറപ്പിക്കുന്നത്. എന്നാൽ നമ്പൂതിരി സ്ത്രീകൾ വീട്ടിനകത്ത് മാത്രമേ മാറ് മറയ്ക്കാതെ നടന്നിരുന്നുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ ദേഹം മുഴുവൻ മൂടുന്ന രീതിയിൽ പുതപ്പ് കൊണ്ട് ചുറ്റിക്കൊണ്ടുള്ള ഒരു വേഷമാണ് അവർക്കുണ്ടായിരുന്നത്. ദേഹം മുഴുവൻ പുതപ്പ് ചുറ്റിക്കൊണ്ടുള്ളത്. ഇതിനെ പറഞ്ഞത് ഘോഷ എന്നാണ്. ഘോഷ എന്ന് പറയുന്ന വസ്ത്രധാരണമാണ് അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മറക്കുടയും അവർ ചൂടുമായിരുന്നു. എന്ന് വെച്ചാൽ പുറത്തവർ ഇറങ്ങി നടക്കേണ്ടി വരികയാണെങ്കിൽ അവരുടെ ദേഹത്ത് സൂര്യപ്രകാശം വീഴുകയില്ല. ഇനി ഇല്ലത്തെത്തിയാലോ, വീട്ടിനകത്താണ്, അതിനകത്ത് ഇരുട്ടാണ്, പുറം പണികൾക്ക് ആശ്രിതരുണ്ട്, ഒരു പുറത്തിറങ്ങി പണിയെടുക്കേണ്ടതില്ല. ആകെ അവരുടെ ദേഹത്ത് സൂര്യപ്രകാശം വീഴുന്നതേ ഈ ഇല്ലപ്പറമ്പിലെ കുളത്തിൽ കുളിക്കുന്ന സമയത്ത് മാത്രമാണ്. അവിടെ പോയി കുളിക്കുന്ന സമയത്തുള്ള ആ സൂര്യപ്രകാശം വീഴ്ച, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു നമ്പൂതിരി ഇല്ലത്തെ സന്താനങ്ങളിൽ മൂത്തയാൾക്ക് മാത്രമേ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ബാക്കിയുള്ളവർക്കൊക്കെ സംബന്ധം മാത്രമേ പാടുള്ളൂ, വിവാഹം പാടില്ല. അപ്പോൾ ഈ ഒരു സംഗതി കൊണ്ട് വിവാഹ മാർക്കറ്റിൽ നമ്പൂതിരി സ്ത്രീകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അവരെ വിവാഹം കഴിക്കാൻ നമ്പൂതിരി പുരുഷന്മാർ വളരെ കുറവായിരുന്നു. കാരണം ഒരാളെ പാടുള്ളൂ. ആ മറ്റേ നമ്പൂതിരിക്ക്, ഇവരുടെ പിതാവായിരിക്കുന്ന നമ്പൂതിരിക്ക് ചിലപ്പോൾ 10 മക്കളുണ്ടാവുമായിരിക്കും. 10 മക്കളുണ്ടായാലും ഒരാളെ വിവാഹം കഴിക്കാനുള്ളൂ. ഇപ്പുറത്ത് ചിലപ്പോൾ 5-6 സ്ത്രീകളായിരിക്കും ഒരു നമ്പൂതിരിക്കുള്ളത്. പെൺമക്കൾ 5-6 പേര് കാണും. വിവാഹം കഴിക്കാൻ അപ്പുറത്ത് ഒരുത്തനേ ഉള്ളൂ. ആ ഒരു ഇതുണ്ടല്ലോ, അസമത്വം, അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലമായിട്ട് ഈ നമ്പൂതിരിമാർക്കിടയിൽ ബഹുഭാര്യാത്വം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ഇസ്ലാമിനേക്കാളും കടുത്തതായിരുന്നു. കാരണം ഇസ്ലാമിനകത്തേക്ക് വരുമ്പോൾ 4 സ്ത്രീകളെ വിവാഹം കഴിക്കാം. അതാണ് പരമാവധി 4. പിന്നെ ഈ 4 ഒരാളെ മൊഴി ചൊല്ലിവിട്ട് അടുത്ത ആളെ കെട്ടാം. അങ്ങനെയാണ്. എന്നാലും ഒരു സമയം 4 ഉള്ളൂ. അവിടെ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ഒരു സമയത്ത് 4 എന്ന് പറയുന്നൊരു കണക്കില്ല. 10, 12, 15 എത്ര വേണമെങ്കിലും ആകാം. ഒരു കുഴപ്പമില്ല. മാത്രമല്ല, ഈ വധുവിൻ്റെ കുടുംബക്കാർ വരന് സ്ത്രീധനമായിട്ട് 5000 രൂപ നൽകണം. ഇന്നത്തെ 5000 അല്ല, അന്നത്തെ 5000 രൂപ. അത് ഏതൊരു ബ്രാഹ്മണ അല്ലെങ്കിൽ നമ്പൂതിരി വധുവിൻ്റെ വീട്ടുകാരും തറവാട്ടുകാർ കൊടുക്കേണ്ടതാണ്, കുടുംബക്കാർ കൊടുക്കേണ്ടതാണ്. ഇനി ആഢ്യത്വം കൂടുതലുള്ള ഇല്ലങ്ങളിലെ നമ്പൂതിരിമാരെ വരനായിട്ട് കിട്ടണമെങ്കിൽ, ആഢ്യത്വം കുറഞ്ഞ ഇല്ലത്തെ ആണെങ്കിൽ 5000 കൊടുക്കണം. ആഢ്യത്വം കൂടുതലുള്ള ഇല്ലങ്ങളിലെ നമ്പൂതിരിമാരെ വരനായിട്ട് കിട്ടണമെങ്കിൽ 5000 പോരാ, അതിൽ കൂടുതൽ കൊടുക്കണം. മനസ്സിലായോ? ഒരു നമ്പൂതിരിക്ക് 8, 10, 12 ഭാര്യമാരൊക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അയാൾ അടുത്ത വിവാഹം കഴിക്കും. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് 5000 രൂപ കിട്ടും. അപ്പോൾ അത് തീർന്ന് വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അടുത്ത വിവാഹം.
വീണ്ടും 5000 രൂപ കിട്ടുകയാണ്. മനസ്സിലായോ? ഈ നമ്മൾ നോക്കുമ്പോണ്ടല്ലേ 80-85 വയസ്സ് പ്രായമുള്ള നമ്പൂതിരിമാർ വരെ വിവാഹം കഴിക്കുന്നുണ്ട്. അതെത്ര 9, 10, 12 വയസ്സുള്ള പെൺകുട്ടികളെ വേളി കഴിക്കുകയാണ്. വേളി കഴിച്ച് ചിലപ്പോൾ 10 ദിവസം 15 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ തട്ടിപ്പോവും. അത് 10 വയസ്സുള്ള ഒരു കുട്ടീനെ വേളി കഴിച്ചു, എന്നിട്ട് ഇയാൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ ഒരാഴ്ച തന്നെ ആൾ തട്ടിപ്പോയി. പിന്നെ ആ പെൺകുട്ടി വിധവയാണ്, മരണം വരെ വിധവയായിട്ട് കഴിയേണ്ടി വരും. ഇതൊക്കെയാണ് അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഈ 80-85 വയസ്സ് പ്രായമുള്ള ആൾക്കും പെണ്ണ് കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ. കാരണം അത്ര അധികം പെൺകുട്ടികൾ, ധാരാളം ഇല്ലങ്ങളിലെ പെൺകുട്ടികൾ അവിവാഹിതരായിട്ട് കഴിയുകയാണ്. ഇങ്ങനെ മൂത്ത നമ്പൂതിരി മാത്രം ഇഷ്ടം പോലെ പെണ്ണ് കെട്ടുന്ന ഈ ആർഷ സംസ്കാര കലാചാരത്തിനെ പറഞ്ഞിരുന്ന പേര് അതിദേവനം എന്നാണ്. അതിദേവനം. അക്കാലത്ത് ഒരു നമ്പൂതിരി ഇല്ലത്ത് പെൺകുട്ടിയായി ജനിക്കുന്നതിനേക്കാൾ വലിയ ദൗർഭാഗ്യം വേറെ ഇല്ലായിരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു, ഒരു നമ്പൂതിരി ഇല്ലത്ത് പെൺകുട്ടിയായിട്ട് ജനിക്കുക. പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സൂതികർമ്മിണി പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നതെന്ന് മുറുക്കി പുറത്തുള്ള സ്ത്രീകളോട് അറിയിക്കും. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ വിവരം കൈമാറി ഉമ്മറത്തിരിക്കുന്ന കാരണവരുടെ അടുക്കലെത്തുമ്പോൾ പറയുന്നത് ഇതാണ്: 5000 നഷ്ടം. 5000 നഷ്ടം. അപ്പോൾ കാരണവർക്ക് മനസ്സിലായി പെൺകുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവളോടുള്ള കാരണവരുടെ മനോഭാവവും അത് തന്നെയാണ്. തറവാടിന് 5000 രൂപ നഷ്ടമുണ്ടാക്കാൻ ജനിച്ചവൾ. അതുകൊണ്ട് തന്നെ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനോ അവൾക്ക് രോഗം വന്നാൽ വൈദ്യരെ കാണിക്കാനോ മരുന്ന് വാങ്ങി കൊടുക്കാനോ ഒന്നും കാരണവർ ശ്രദ്ധിക്കില്ല. കാരണം രോഗം വന്ന് അവൾ മരിച്ചു പോയാൽ 5000 ലാഭം. മനസ്സിലായോ? 5000 രൂപ ലാഭം. ഒരിക്കലും ഒരു കാരണവർ ഉമ്മറത്തിരുന്ന് വീട്ടിനകത്തുനിന്ന് പെൺകുട്ടീനെ വിളിച്ചപ്പോൾ, ഒരു പെൺകുട്ടീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ ഉടനെ ഓടിയെത്താതെ അല്പം വൈകി, അല്പം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ താഴെ സമയമുള്ളൂ വൈകിയത്. ഇയാൾ കാത്തിരുന്ന് ക്ഷമ കെട്ടു. ഈ പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ആ ദേഷ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ആവണിപ്പലക എടുത്തിട്ട് 5-8 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ തലക്കടിച്ചു. കുട്ടി അവിടെ ബോധം കെട്ടു വീണു. അപ്പം അന്തർജനങ്ങൾ വന്ന് ഈ കുട്ടീനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. വൈദ്യരെ വിളിപ്പിക്കുകയോ മരുന്ന് കൊടുക്കുകയോ ഒന്നും ഉണ്ടായില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചു. മരിച്ച വിവരം കാരണവരെ അറിയിച്ചു. വാർത്ത കേട്ടപ്പോൾ കാരണവരെന്താ പറഞ്ഞതെന്നറിയോ? 5000 രൂപ ലാഭമെന്ന. ഇതൊന്നും വെറും കഥയല്ല, എൻ്റെ ഭാവനയല്ല ഞാൻ ഈ പറയുന്നത്. പാർവതി നെന്മിനിമംഗലം എന്നൊരു വനിതാരത്നം ഉണ്ടായിരുന്നു നമ്പൂതിരി സമൂഹത്തിൽ. എൻ്റെ ദൃഷ്ടിയിൽ നമ്പൂരി സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാടോ MRBയോ EMSോ ഒന്നുമല്ല, പാർവതി നെന്മിനിമംഗലമാണ്. എനിക്ക് അവരോടൊരു എന്താണ് പറയുക, ഒരു അന്യായ ആദരവുണ്ട്. ഞാൻ അവരെക്കുറിച്ച് കുറേ വായിച്ചു, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കല്ല, വായിച്ചു. അച്ചടിക്കപ്പെട്ട കുറേ പ്രസംഗങ്ങളുണ്ട്, അത് വായിച്ചു. പിന്നെ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കുറേ ലേഖനങ്ങൾ വായിച്ചു. ഈ അടുത്ത് അവരെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, പാർവതി നെന്മിനിമംഗലത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയാവുന്ന ഒന്ന്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് അവരോട് നല്ല ബഹുമാനം തോന്നി. 36-ാമത്തെ വയസ്സിൽ അവർ മരിച്ചുപോയി, ക്യാൻസർ വന്നിട്ട്. 14-ാമത്തെ വയസ്സിൽ അവരെ വിവാഹം കഴിച്ച് നെന്മിനിമംഗലത്തേക്ക് കൊണ്ടുപോകണം. ഞങ്ങളുടെ നാട്ടുകാരിയാണ്, നടവരമ്പ്. ഞാനൊരു ആലക്കുടിക്ക് അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ നടവരമ്പാണ് അവരുടെ ഇല്ലും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വിവാഹം കഴിച്ച് കൊണ്ടുപോയതാണ്. അവരുടെ ഭർത്താവ് പ്രൂഫ് റീഡറായിരുന്നു. ഈ പ്രൂഫ് റീഡിങ്ങിനുള്ളൊരു ഗുണം എന്താണെന്നറിയാമോ? വരുന്ന ലേഖനം അല്ലെങ്കിൽ പുസ്തകം വായിച്ച് അക്ഷരത്തെറ്റുകൾ തിരുത്തി വാചകഘടനയൊക്കെ ശരിയാക്കി ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി കൊടുക്കലാണ് പ്രൂഫ് റീഡർമാരുടെ തൊഴിൽ. പക്ഷേ ഇതിനുവേണ്ടി വായിക്കണമല്ലോ, ഈ പുസ്തകം അല്ലെങ്കിൽ ലേഖനം വായിക്കണ്ടേ? വായിക്കും തോറും അറിവ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രൂഫ് റീഡറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് നല്ല ലോകത്തെക്കുറിച്ചുള്ള നല്ല പരിജ്ഞാനം ഉണ്ടാവും. ഇഷ്ടംപോലെ പുസ്തകവായന അയാളുടെ ജോലിയാണ്. അപ്പം അത്രയധികം ഇൻഫർമേഷൻ ഉള്ളിൽ കയറാണ്. അപ്പോൾ കാഴ്ചപ്പാട് മാറും. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവ് ഒരു പുരോഗമനാശയക്കാരനായിരുന്നു. അദ്ദേഹമാണ് നിർബന്ധിച്ച് ഇവരെ നമ്പൂതിരി സ്ത്രീകളുടെ വിഷയങ്ങൾ, അന്തർജനങ്ങളുടെ വിഷയങ്ങളൊക്കെ പൊതുരംഗത്തേക്ക് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇതിലേക്ക് തള്ളിവിടുന്നത് വാസ്തവത്തിൽ. പക്ഷെ അവർ പൊതുരംഗത്തേക്ക് വന്നതോടുകൂടി അവരങ്ങോട്ട് ഒരു താരമായിട്ട്, അക്കാലത്തെ നമ്പൂരി സമൂഹത്തെ മൊത്തം വിറപ്പിക്കുന്ന ഒരു താരമായിട്ട് അവർ മാറി എന്നുള്ളതാണ്. 25-ാമത്തെ വയസ്സിൽ അവർ കൊച്ചി നിയമസഭയിൽ ചെയ്ത ഒരു പ്രസംഗമുണ്ട്. അവർക്ക് 15 വയസ്സുള്ളപ്പോൾ PS കേശവൻ നമ്പൂതിരി കൊണ്ടുവന്നൊരു ബില്ല് കൊച്ചി നിയമസഭയിൽ പാസ്സാകാതെ കിടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇഷ്ടംപോലെ വിവാഹം കഴിക്കാൻ മൂത്ത നമ്പൂതിരി അനുവദിക്കുന്ന അതിദേവനത്തെ തടയുന്നതും പിന്നെ നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്വത്ത് ഭാഗം വയ്ക്കാൻ അനുവാദം കൊടുക്കുന്നതുമായ ആ ബില്ല് പാസ്സാകാതിരിക്കാൻ യാഥാസ്ഥിതിക നമ്പൂതിരിമാരും കൊച്ചി രാജകുടുംബവും കൊച്ചി രാജ്യത്തെ പ്രമാണിമാരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 10 വർഷമായിട്ട് ഈ ബില്ല് പാസ്സാകാൻ പറ്റാതിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും നിയമസഭയിൽ വരുമ്പോൾ ഇവരെതിർക്കും.
അക്കാലത്തെ കൊച്ചിയിലും മലബാറിലും തിരുവിതാംകൂറിലുമുള്ള സകല പത്രങ്ങളും ഒറ്റക്കെട്ടായിട്ട് ആ ബില്ലിന് അനുകൂലമായി മുഖപ്രസംഗം എഴുതുന്നുണ്ട്, പല വാർത്തകളും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും 10 കൊല്ലമായി ബില്ല് പാസ്സാക്കാൻ സാധിച്ചില്ല. അവസാനം ഞാൻ ഈ പറഞ്ഞില്ലേ, പാർവതി നെന്മിനിമംഗലത്തിൻ്റെ ആ സമയത്ത് ഈ ബില്ല് വീണ്ടും നിയമസഭയിലേക്ക് ചർച്ചയ്ക്ക് വന്നപ്പോൾ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള 4-5 പേരെ ബില്ലിന് അനുകൂലമായിട്ട് രംഗത്തുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള മെമ്പർമാരെല്ലാം ബിൽ വീണ്ടും പരാജയപ്പെടുത്താൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ പാർവതി നെന്മിനിമംഗലത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞതോടെ എല്ലാവരും ബില്ലിന് അനുകൂലമായി. യാതൊരു ഭേദഗതിയും വരുത്താതെ അങ്ങനെ തന്നെ ബില്ല് പാസ്സാക്കി. ആ പ്രസംഗം വായിച്ചിരിക്കേണ്ട ഒന്നാണ്. നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ ആഴം അവർ ആ പ്രസംഗത്തിലൂടെ ചെമ്പുതകടിൽ ഇരുമ്പെഴുത്താണി കൊണ്ടെന്ന പോലെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു വെക്കുന്നുണ്ട്. അക്കാലത്ത് ദളിതരേക്കാൾ ദുരിത ജീവിതം നയിക്കുന്നവരായിരുന്നു നമ്പൂതിരി സ്ത്രീകൾ എന്ന കാര്യം അത് വായിച്ചാൽ മനസ്സിലാകും. ആ പ്രസംഗം വായിച്ചതോടെയാണ് എനിക്ക് അവരോട് കടുത്ത ബഹുമാനം തോന്നിയത്. പിന്നീട് അവരുടെ വേറെ കുറേ പ്രസംഗങ്ങൾ കൂടി ഞാൻ വായിച്ചു. നമ്പൂതിരി സമുദായത്തിലെ പുരുഷ മേധാവിത്വത്തിൻ്റെ ആഴം കൃത്യമായി മനസ്സിലായത് അവരുടെ പ്രസംഗങ്ങൾ വായിച്ചപ്പോഴാണ്. ആര്യാപ്പള്ളം, ദേവകി നിലയങ്ങോട് തുടങ്ങി വേറെയും വിപ്ലവകാരികൾ നമ്പൂതിരി സ്ത്രീകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും 36 വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച പാർവതി നെന്മിനിമംഗലമാണ് നമ്പൂതിരി സമുദായത്തെ അടിമുടി ഉലച്ച വ്യക്തി എന്ന് പറയുന്നത്. അവരുടെ പ്രവൃത്തിയുടെ ആഴം മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. അക്കാലത്തെ പല യാഥാസ്ഥിതിക ഇല്ലങ്ങളിലെയും കാരണവന്മാർക്ക് അവരുടെ തറവാട്ടിൽ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് പാർവതി എന്ന് പേരിടാൻ പാടില്ല എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പാർവതി എന്ന് പേരിടരുത്, കാരണം ആ പേരിട്ടാൽ തന്നെ കുട്ടികൾ വഴിതെറ്റിപ്പോകുമെന്ന് അവർ പേടിച്ചിരുന്നു. അത്രമാത്രം അവരെ ഭയപ്പെടുത്തിയ പേരായിരുന്നു അത്. ഞാൻ പാർവതി നെന്മിനിമംഗലത്തെക്കുറിച്ച് പറയാനല്ല വീഡിയോ ചെയ്യുന്നത്, സന്ദർഭവശാൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആർഷ സംസ്കാരം എന്ന ശപിക്കപ്പെട്ട സംഗതി ബ്രാഹ്മണ പുരുഷന്മാർക്കല്ലാതെ ബാക്കി എല്ലാവർക്കും കഷ്ടപ്പാടും ദുരിതവും കയ്പും കണ്ണുനീരും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചരിത്രബോധമുള്ളവർക്കത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആർഷ സംസ്കാരത്തിൻ്റെ മാനവിക വിരുദ്ധതയെ തുറന്നു കാണിച്ചുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ നിഗൂഢ ലക്ഷ്യങ്ങൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കുന്നത് ആർഷ സംസ്കാരത്തിൻ്റെ ഇരകളായിരുന്ന നായരും ഈഴവനും പുലയനും പറയനും നായാടിയും കണക്കനും ഉള്ളാടനും തുടങ്ങി എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആർക്ക് വേണ്ടിയാണോ ഞങ്ങൾ സംസാരിക്കുന്നത് അവരെ തന്നെ ഉപയോഗിച്ചാണ് ആർഷ സംസ്കാര വക്താക്കൾ ഞങ്ങളെ എതിർക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുരയ്ക്കുന്ന ഈ അവർണ സംഖ്യകൾക്കും ശൂദ്ര സംഖ്യകൾക്കും ചരിത്രബോധം അല്പം പോലും ഇല്ല എന്ന് ഇവരെ പിരികേറ്റി വിടുന്നവന്മാർക്കറിയാം. പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ ഇവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി, തമ്പ്രാനേന്ന് വിളിച്ച് കാൽച്ചോട്ടി തന്നെ ഒച്ചാനിച്ച് നിന്നോളും. അത് ഈ ആർഷ സംസ്കാര വക്താക്കൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പിരികേറ്റി വിടുന്നത്. ഇന്ന് മലയാള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആർഷ സംസ്കാരത്തിന് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന 2 കൂട്ടരാണ് നായന്മാരും ഈഴവരും. പിന്നെ അവർക്ക് വിടുപണി ചെയ്യാൻ നടക്കുന്ന കുറേ അവർണ സംഖ്യകളുമുണ്ട്. ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ആർഷ സംസ്കാരത്തിന് ജയ് വിളിക്കാൻ നടക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ പൂർവികരുടെ ജീവിതത്തെ ഏറ്റവും കഷ്ടപ്പെടുത്തി ദുഃഖവും കയ്പും നിറഞ്ഞതാക്കിയത് ഈ ശപിക്കപ്പെട്ട ആർഷ സംസ്കാരമാണ്. നായന്മാരെക്കാൾ ആത്മാഭിമാനം അക്കാലത്തെ ഈഴവർക്ക്, അക്കാലത്തെ ഉണ്ട് ഇന്നത്തെ അല്ല, അക്കാലത്തെ ഈഴവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ വിദ്യാഭ്യാസം സ്വീകരിച്ച് അവരൊന്ന് നിവർന്നു നിൽക്കാൻ പ്രാപ്തിയായപ്പോൾ അവർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കാൻ തീരുമാനിച്ചവരായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ഈഴവ സമുദായം ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കാൻ ആലോചിച്ച നീക്കം 20-ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കാരണം പൊതുവഴികളിലൂടെ നടക്കുന്നത്, ക്ഷേത്രങ്ങളിൽ കടക്കുന്നത്, സർക്കാർ ജോലികളിൽ പ്രവേശിക്കുന്നതുൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഈഴവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഇഷ്ടംപോലെ ചരിത്രരേഖകൾ അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും വിസ്തരഭയത്താൽ ഞാൻ 2-3 എണ്ണം മാത്രമേ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നുള്ളൂ. 1859 മുതൽ 1864 വരെ കൊച്ചിയിൽ താമസിച്ചിരുന്ന മദ്രാസ് ആർമിയിലെ സൈനിക സർജനും പ്രകൃതിശാസ്ത്രജ്ഞനും പ്രത്യേകിച്ച് മത്സ്യശാസ്ത്രജ്ഞനുമായിരുന്ന ഫ്രാൻസിസ് ഡേ 1863 പ്രസിദ്ധീകരിച്ചൊരു ഗ്രന്ഥമാണ് ദ ലാൻഡ് ഓഫ് ദ പെരുമാൾസ് ഓർ കൊച്ചിൻ, ഇറ്റ്സ് പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് പ്രസൻറ്റ് എന്നത്. അതിൽ ഈഴവരെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പബ്ലിക് ഓഫീസുകളും അമ്പലങ്ങളുടെയും ഉയർന്ന ജാതിക്കാരുടെ വീടുകളുടെയും അടുത്തുള്ള റോഡുകളും ഈഴവർക്ക് വിലക്കപ്പെട്ടിരുന്നു. സവർണരാൽ തിരസ്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു അവർ. ഫ്രാൻസിസ് ഡേ, ദ ലാൻഡ് ഓഫ് ദ പെരുമാൾസ്, പേജ് 321.
ഈഴവ നേതാവും ആദ്യത്തെ തിരുകൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ സി കേശവന്റെ ആത്മകഥയുണ്ട്. ജീവിത സമരം എന്നാണ് പേര്. ഈഴവ സംഖ്യകൾ നേരം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണോട്ടാ. തൻ്റെ കുട്ടിക്കാലത്ത് ഈഴവരുടെ അവസ്ഥയെക്കുറിച്ച് സി കേശവൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. അന്ന് ഈഴവന്റെ പരാതി 5 രൂപ ശമ്പളമുള്ള ഒറ്റ ഈഴവൻ പോലും സർക്കാർ സർവീസിലില്ലെന്നായിരുന്നു. മറ്റു കാര്യങ്ങൾ പോട്ടെ, വഴി നടക്കാൻ ഒരു നായയ്ക്കുള്ള സ്വാതന്ത്ര്യം ചോദിക്കാൻ പോലും ഈഴവൻ അന്ന് ധൈര്യപ്പെട്ടിരുന്നില്ല. സി കേശവൻ ജീവിത സമരം പേജ് 27. ഈഴവർക്ക് പിന്നീട് ആ ധൈര്യം ലഭിച്ചതിൻ്റെ കാരണം ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതിൻ്റെ ചരിത്രം പറയാൻ നിന്ന കുറേയേറെ പറയാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം അത് വിടുകയാണ്. ദൈവം അനുവദിച്ചാൽ ഞാൻ പറയാതിരിക്കുകയൊന്നുമില്ല. ഈഴവരടക്കമുള്ള അവർണസംഖ്യകൾ ഇന്ന് ജയ് വിളിച്ച് നടക്കുന്ന ആർഷ സംസ്കാരത്തിൽ ഉപ്പ് എന്ന വാക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഈഴവർ തുടങ്ങി താഴോട്ടുള്ള അടിമജാതികൾക്കുണ്ടായിരുന്നില്ല. ഉപ്പ് ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. 1936 നവംബർ 4 ബോംബെ സമാചാറിൽ വന്ന വാർത്ത ഡോക്ടർ അംബേദ്കർ ഉദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മലബാറിൽ ഒറ്റപ്പാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ശിവരാമൻ എന്നു പേരായ 17കാരൻ ജാതി ഹിന്ദുവായ ഒരാളുടെ കടയിൽ ചെന്ന് ഉപ്പ് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ആചാരമനുസരിച്ച് ജാതി ഹിന്ദുക്കൾക്ക് മാത്രമേ ഉപ്പെന്ന വാക്കുച്ചരിക്കാവൂ. ശിവരാമനെ പോലെയുള്ളവർ ഉപ്പിന് പകരം പുളിച്ചാടൻ എന്നാണ് പറയേണ്ടത്. ഉപരിജാതിക്കാരനായ കടയുടമയ്ക്ക് കോപം സഹിക്കാനാവാതെ ശിവരാമനെ കഠിനമായി മർദ്ദിക്കുകയും മർദ്ദനമേറ്റ് ശിവരാമൻ മരിക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, മലയാള ഭാഷയ്ക്ക് പോലും ജാതി ഉണ്ടായിരുന്നു, ജാതി നിയമങ്ങളും. അതുകൊണ്ടാണ് ഭാഷയുടെ ജാതി നിയമം തെറ്റിച്ച് പുളിച്ചാടൻ എന്ന് പറയേണ്ടതിന് പകരം ഉപ്പെന്ന് പറഞ്ഞതിന് 17 വയസ്സുള്ള ഒരു ഈഴവ ചെറുക്കനെ സവർണര് തല്ലിക്കൊന്നത്. ശിവരാമന്റെ കാര്യത്തിൽ ഉപ്പെന്ന വാക്കുച്ചരിച്ചത് സവർണന്റെ ജാതിശുദ്ധതയ്ക്കും ആധിപത്യത്തിനും വെല്ലുവിളിയായി കണക്കാക്കപ്പെട്ടു. ഈഴവരടക്കമുള്ള അവർണർ ഉപ്പെന്ന വാക്കുച്ചരിച്ചാൽ അതിൻ്റെ വില സ്വന്തം ജീവൻ തന്നെയായിരുന്നു. ഇന്ന് ആർഷ സംസ്കാരത്തിന് ജയ് വിളിക്കുന്ന ഈ അവർണ സംഖ്യകളുടെ എത്രയെത്ര പൂർവികരെ ഇങ്ങനെ ഭാഷയുടെ ജാതി നിയമങ്ങൾ പാലിക്കാത്തതിന് ആർഷ സംസ്കാര വക്താക്കൾ തല്ലിക്കൊന്നിട്ടുണ്ടാകും. ആത്മാഭിമാനം എന്ന് പറയുന്ന സംഗതി 7 എലുത്തുകൂടി പോയിട്ടുള്ളവർ തങ്ങളുടെ പൂർവികരോട് ഇത്തരം ക്രൂരത കാണിച്ച ഒരു വൃത്തികെട്ട സംസ്കാരത്തെ മഹത്തരമെന്ന് പറഞ്ഞ് അതിനെ ജയ് വിളിക്കാൻ നടക്കുമോ? ഞാൻ ഈ ചരിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സുമേഷ് പി എന്നും പിന്നെ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പുകളിൽ വരുമ്പോൾ നിരീശ്വരവാദിയായും പുറത്ത് സംഖ്യയായി നടക്കുന്ന ഒരു ഫേക്ക് അക്കൗണ്ടുകാരനുണ്ട്. ജസ്റ്റിൻ ജെ മാളിയേക്കൽ എന്നാണ് പേര്. ക്രിസ്ത്യൻ പേരും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സംഖ്യയാണ്. ക്രിസ്ത്യാനികളോട് ഒടുക്കത്തെ വിദ്വേഷവും വെറുപ്പുമാണ് അവന്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ പേരിൽ ഫേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ആ ഐഡിയയിൽ നിന്ന് അവൻ സംഖ്യകളെ സപ്പോർട്ട് ചെയ്ത് എന്ത് പറഞ്ഞാലും ആളുകൾ വിചാരിക്കും ഒരു ക്രിസ്ത്യാനിയാണ്, സംഖ്യകളെ സപ്പോർട്ട് ചെയ്യുന്നു, ക്രിസംഖ്യ എന്ന് പറഞ്ഞ് അവർ പിന്നെ ചീത്ത വിളിക്കുന്നത് ക്രിസ്ത്യാനികളായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ പേരിലുള്ള ഈ ഒരു ഫേക്ക് ഐഡിയുമായിട്ട് അവൻ നടക്കുന്നത്. ഈ സുമേഷും ജസ്റ്റിനും കൂടി ആ പോസ്റ്റിൽ വന്ന് ഉരുളലായിരുന്നു. ഞാൻ നൽകിയ ഈ 3 തെളിവുകളും ചരിത്രമല്ല, അവയെ ചരിത്രരേഖകളായി പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആത്മകഥ ചരിത്രമല്ല. സി കേശവന്റെ ആത്മകഥ ഏതോ മിഷണറി സി കേശവന് എഴുതി കൊടുത്തതാണ്. അതുകൊണ്ടത് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് യുദ്ധഭൂമിയിലെ പുതിയ ഭടനായ ജാതി വെറിയൻ സുമേഷ് പറഞ്ഞത്. ഇതൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വാദം മിക്കയിടത്ത് ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും സവർണ ചരിത്രകാരന്മാർ ഇന്ത്യ ഒട്ടാകെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണിത്. അതിൽ നിന്ന് ഊർജ്ജം കിട്ടിയിട്ടാണ് യുവന്മാർ ക്യാപ്സൂളായിട്ട് അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. നാളെ ഒരുപക്ഷെ നിങ്ങളൊരു സംവാദത്തിൽ ഇവരുമായിട്ട് നടത്തുന്ന ഏതെങ്കിലും ഒരു സംവാദത്തിൽ നൽകുന്ന ചരിത്ര തെളിവുകളെ അവർ ഈ കാരണം പറഞ്ഞാൽ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. സവർണ ചരിത്രകാരന്മാർ പറയുന്ന ന്യായം ഞാൻ വിവരിക്കാം. ഈ ആർക്കൈവ്സുകളുണ്ടല്ലോ, പുരാരേഖാ വകുപ്പ് എന്ന് പറയുന്ന ആർക്കൈവ്സ്, അപ്പോൾ അവയിലും പിന്നെ മ്യൂസിയത്തിലുമൊക്കെയുള്ള സർക്കാർ അംഗീകൃത രേഖകളെ മാത്രമേ ചരിത്രരേഖയായി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചതിനെ എല്ലാം ചരിത്രരേഖയായി അക്കാദമിക് ലോകത്ത് ചരിത്രകാരന്മാർ അംഗീകരിക്കാൻ പാടില്ല എന്നാണ് ഈ സവർണ ചരിത്രകാരന്മാരുടെ നിർബന്ധം. അതിനുള്ള അവരുടെ ന്യായീകരണം കേൾക്കാൻ നല്ല രസമാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ പറയുന്ന ചരിത്രം അത്രമാത്രം ആധികാരികമായിരിക്കണം, അംഗീകൃതമായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഞങ്ങൾ വെക്കുന്നത് എന്നൊക്കെയാണ് ഇവരുടെ ന്യായീകരണം. യഥാർത്ഥത്തിൽ സംഗതി വേറെയാണ്. ഇതൊന്നും അല്ല കാരണം. സംഗതി വേറെയാണ്. ഇന്ത്യയിലെ
ആദ്യകാലത്തെ ചരിത്രകാരന്മാരെല്ലാവരും സവർണ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഗുരുക്കളും പണിക്കരും മേനോനും നായരും ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇവിടെയും ചരിത്രകാരന്മാരായിട്ടുണ്ടായിരുന്നത്. പഴയകാലത്ത് കേരളവും ഇന്ത്യയും സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ അന്നത്തെ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും ജന്മികളുടെയും ഒക്കെ കുടുംബക്കാരും തറവാട്ടുകാരും സിൽബന്ദികളും ചെയ്ത കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകൾ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. സവർണ ചരിത്രകാരന്മാരിൽ ബഹുഭൂരിപക്ഷവും അന്നത്തെ രാജാക്കന്മാരുടെയോ നാടുവാഴികളുടെയോ ജന്മികളുടെയോ അതുമല്ലെങ്കിൽ അവരുടെ ആശ്രിതരുടെയോ പിൻതലമുറക്കാരാണ്. അന്നത്തെ ആ സഞ്ചാരികൾ ഇവിടെ നേരിട്ട് കണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതെല്ലാം ചരിത്രമായി അംഗീകരിച്ചാൽ തങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർമാരോ അവരുടെ യജമാനന്മാരോ കുറ്റവാളികളായി കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരന്മാരായി ചരിത്രത്തിൽ നിലകൊള്ളുന്നത് നാട്ടുകാരെ കാണിക്കേണ്ടി വരും. ഇതാണ് യഥാർത്ഥ കാരണം. അങ്ങനെ കാണിക്കുക എന്നുള്ളത് ഈ സവർണ ചരിത്രകാരന്മാർക്ക് വളരെയധികം മനപ്രയാസമുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ചില ക്രൈറ്റീരിയകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ക്രൈറ്റീരിയ വെച്ച് നോക്കിയാൽ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ എഴുതി വെച്ചതൊന്നും ചരിത്രരേഖകളായി പരിഗണിക്കാൻ കഴിയില്ല. പത്രവാർത്തകളോ ആത്മകഥകളോ ഡയറിക്കുറിപ്പുകളോ ഒന്നും ചരിത്രരേഖകളായി കണക്കിലെടുക്കാൻ പറ്റില്ല. പി കെ ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന മലയാളത്തിലെ ക്ലാസിക് കൃതി എഴുതിയപ്പോൾ അന്ന് അതിനെതിരെ കേരളത്തിലെ സവർണ ചരിത്രകാരന്മാർ ശക്തമായ ആക്രമണം നടത്തിയത് ആർക്കൈവ്സിൽ നിന്നുള്ള രേഖകൾ വെച്ചിട്ടല്ല, സഞ്ചാരികളുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ചാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. പി കെ ബാലകൃഷ്ണൻ പുസ്തകം എഴുതിയിരിക്കുന്നത് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന പുസ്തകം, അത് എഴുതിയിരിക്കുന്നത് ആർക്കൈവ്സിൽ നിന്നുള്ള രേഖകളല്ല, സഞ്ചാരികളുടെ പുസ്തകങ്ങളാണ്. അതൊന്നും നമുക്ക് അക്കാദമിക് ലെവലിൽ എടുക്കാൻ പറ്റില്ല, ചരിത്രമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇവന്മാർ തള്ളിയവരാ. ഇതാണ് അവരുടെ വരട്ട് ചരിത്രവാദം എന്ന് പറയുന്നത്. വരട്ട് ചരിത്രവാദം ആദ്യ സമയങ്ങളിൽ അക്കാദമിക് ലോകത്ത് ഈ വരട്ട് ചരിത്രവാദം നന്നായി തന്നെ ചെലവായിരുന്നു, നന്നായി തന്നെ. കാരണം എല്ലാ സവർണരാണല്ലോ. പിന്നീടാണ് ദളിത് ചരിത്രകാരന്മാർ രംഗത്ത് വരുന്നത്. അവർ ഈ സാമ്പ്രദായിക ചരിത്രകാരന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അക്കാലത്ത് അവർണന് എഴുത്തും വായനയും അറിയുമായിരുന്നു? ഇല്ല, എഴുത്തും വായനയും അറിയില്ല. അവർണൻ്റെ ചരിത്രം, അവൻ അനുഭവിച്ച കഷ്ടപ്പാടും ദുഃഖവും കണ്ണുനീരും അനീതിയും അന്യായവും ഒക്കെ എഴുത്തും വായനയും അറിയാമായിരുന്ന ഏതെങ്കിലും സവർണൻ എഴുതി വച്ചിട്ടുണ്ടോ, രേഖയാക്കി വച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നില്ല. വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികൾ ഇവിടെയുള്ള അവർണരുടെ ജീവിതങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവർണരുടെ ചരിത്രം അറിയാൻ ആ പുസ്തകങ്ങൾ പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതാണ് ചോദ്യം. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അറിയാൻ വേണ്ടി, അവരുടെ ചരിത്രമൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ചോ, പക്ഷെ ഒരു ചരിത്രകൃതി നിങ്ങൾ എഴുതുമ്പോൾ, ചരിത്രമായിട്ട് ഒരു പുസ്തകം നിങ്ങൾ എഴുതുമ്പോൾ അതിലേക്ക് തെളിവിനായി നിങ്ങൾ അത്തരം പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ പാടില്ല. അതിന് ആർക്കൈവ്സ് രേഖകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതാണ് ഇവരുടെ വാദം. അപ്പോൾ ദളിത് ചരിത്രകാരന്മാർ പറഞ്ഞു, അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി, ഞങ്ങളുടെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അവർണരെക്കുറിച്ച് സവർണരൊന്നും എഴുതി വെച്ചിട്ടില്ല. അതേസമയം സവർണരെക്കുറിച്ച് അറിയാൻ ആർക്കൈവ്സ് രേഖകൾ മതി. കാരണം രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ മറ്റ് ജന്മിമാരുടെയും മറ്റു പല കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പഴയ രേഖകളൊക്കെ ആർക്കൈവ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുടുംബചരിത്രം എഴുതണമെങ്കിലോ മറ്റെന്ത് ചെയ്യണമെങ്കിലും അവിടെ നിന്ന് കിട്ടും. അത് ചരിത്രമായിട്ട് തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അവർണൻ്റെയും ദളിതിൻ്റെയും കാര്യത്തിലേക്ക് വരുമ്പോൾ ആർക്കൈവ്സിലില്ല. ഉണ്ട്, ഇല്ലയെന്നല്ല, വളരെ അപൂർവമായിട്ട് കുറച്ചൊക്കെ ഉണ്ട്. ഈ അടിമകളെ വിറ്റതിൻ്റെയും മറ്റുമൊക്കെ ആയിട്ടുള്ള കുറച്ച് രേഖകളൊക്കെ കാണും, അത്രയൊക്കെ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഒരു ശരിയായിട്ടുള്ളൊരു ചരിത്രം എഴുതാൻ പറ്റുമൊന്നുമില്ല. അതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അത് കണ്ട് മനസ്സിലാക്കിയ, അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയ ആളുകൾ, വിദേശികളായിരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നപ്പോൾ, മിഷണറിമാരായിരിക്കുന്നവർ വന്നപ്പോൾ, സഞ്ചാരികളായിട്ട് വന്നവർ, കച്ചവടക്കാരായിട്ട് വന്നവർ, പിന്നെ ബ്രിട്ടീഷ് ആർമിയിലോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അതെടുക്കേണ്ടി വരും. ഇവർ സമ്മതിക്കുന്നില്ല. ഏതായാലും ദളിത് ചരിത്രകാരന്മാർ വന്നതോടുകൂടി ഇത്തരം വാദങ്ങൾക്ക് ഇപ്പോൾ വലിയ വിലയൊന്നുമില്ല. ദളിത് ചിന്തകനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമൻ്റെ ആത്മകഥയാണ് എതിര്. ആ ആത്മകഥയിൽ താൻ ചെറുപ്പത്തിൽ നേരിട്ട ജാതിയുടെ പേരിലുള്ള പരിഹാസങ്ങളും 1960കളിൽ സമീപത്തെ മുതലാളി തൻ്റെ വല്യച്ഛന് കൂലിയായി കുഴി കുത്തി കഞ്ഞു കൊടുക്കുന്നതും ആ കുഴിയിൽ നിന്ന് കഞ്ഞു കോരി കുടിച്ച ഓർമ്മയും ഒക്കെ ഡോക്ടർ കുഞ്ഞാമൻ പങ്കുവയ്ക്കുന്നുണ്ട്. സവർണ ചരിത്രകാരന്മാരുടെ ക്രൈറ്റീരിയ പ്രകാരം ഇതൊന്നും ആധികാരികമായ ചരിത്രമായി എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ ക്രൈറ്റീരിയ പ്രകാരം ആത്മകഥ ചരിത്രമല്ല.
ആത്മകഥ ചരിത്രമല്ല. ആത്മകഥയെ ചരിത്രമായിട്ട് അംഗീകരിച്ചാൽ ഇതേപോലെയുള്ള പലരുടെയും ജീവിതാനുഭവങ്ങൾ ചരിത്ര തെളിവുകളായി അംഗീകരിക്കേണ്ടി വരും. അവരുടെ വല്യച്ഛന്മാരോട് ഇങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുള്ള ഈ പ്രമാണിമാർ ആരായിരുന്നു എന്ന് അന്വേഷിക്കാൻ നമ്മളിപ്പോൾ തുടങ്ങിയാൽ നമുക്ക് വിവരം കിട്ടും. ഏത് കുടുംബക്കാരാണ്, ഇന്ന് അവരുടെ മക്കൾ ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നത്, നാട്ടിൽ നല്ല പേരുള്ളവരും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ ചിലർ ചരിത്രകാരന്മാർ തന്നെ ആയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെയുള്ളവരൊക്കെ. അപ്പോൾ തങ്ങളുടെ കുടുംബത്തിൻ്റെ പഴയ കാര്യങ്ങൾ പുറത്തു വരുന്നത് അവർക്കിപ്പോൾ നാണക്കേടുണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും ആ കാര്യങ്ങൾ എഴുതിയാൽ തന്നെ, ആത്മകഥയായിട്ടോ മറ്റൊക്കെ എഴുതിയാൽ തന്നെ, അതിനെ ചരിത്രമായി അംഗീകരിക്കാതിരിക്കാൻ വേണ്ട സംഗതികളെല്ലാം അവരിവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അതുപോലെ അംബേദ്കർ പത്രവാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. ആ പത്രവാർത്തയെ അവരെ സംബന്ധിച്ച് ചരിത്രമല്ല. ദളിത് ചരിത്രകാരന്മാർ ഇവരുടെ ഈ നിലപാടുകളിലെ പൊള്ളത്തരങ്ങൾ പണ്ടേ തുറന്നു കാണിച്ചിട്ടുള്ളതും ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതും ഇതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുള്ളതുമാണ്. ഇന്ന് അക്കാദമിക ലോകത്ത് ഈ വാദത്തിനൊന്നും വലിയ വിലയില്ല. പൊട്ടക്കിണറ്റി കിടക്കുന്ന സോഷ്യൽ മീഡിയ സംഖ്യകൾക്ക് പക്ഷെ അതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അവർ പണ്ടേ തേഞ്ഞു പോയ ആ വരട്ട് ചരിത്രവാദം വെച്ച് നമ്മളിടുന്ന പോസ്റ്റുകളെ ഖണ്ഡിക്കാമെന്ന് വ്യാമോഹിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളും ദളിതരും പ്രത്യേകം ഓർത്തു വയ്ക്കണം. കാരണം ഈ രണ്ടു കൂട്ടരുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചരിത്രം, ഈ നാടിൻ്റെ ചരിത്രം പറയുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന ചരിത്രത്തിനെതിരെ സംഘികളും ആർഷ സംസ്കാര വക്താക്കളും സവർണ ചരിത്രകാരന്മാരുടെ ഇത്തരം വരട്ട് ചരിത്രവാദവുമായി വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാലേ മതിയാകുകയുള്ളൂ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി ഹിന്ദുത്വയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഈഴവ സംഖ്യകളോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. എന്നാൽ വെറുതെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചരിത്രവും ചേർത്ത് പറയാം. ഈഴവർ ഒരു കാലത്ത് കേരളത്തിലെ അടിമജാതികളിൽപ്പെട്ടവരായിരുന്നു. ഡോക്ടർ പൽപ്പുവിനാൽ സ്ഥാപിതമായ SNDP യോഗം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിന് വേണ്ടി വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചെങ്കിലും സവർണ വിഭാഗങ്ങളുടെ ആധിപത്യം തുടരുകയും ഈഴവരുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തതോടെ ഈഴവ സമുദായത്തിൽ തീവ്രമായ പ്രതിഷേധം ഉയർന്നു വന്നു. ഇതിൻ്റെ ഫലമായി 1920 മുതൽ TK മാധവനെയും CV കുഞ്ഞിരാമനെയും പോലുള്ള SNDP നേതാക്കൾ ഈഴവർ കൂട്ടത്തോടെ ക്രിസ്തുമതം സ്വീകരിച്ച് വിവേചനത്തിൽ നിന്ന് വിമോചനം നേടണമെന്ന് പരസ്യമായി പ്രസംഗിക്കാൻ തുടങ്ങി. ഹിന്ദുമതം ഉപേക്ഷിക്കരുതെന്ന് വാദിച്ച ചില SNDP നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഈഴവ നേതാക്കന്മാരും ഹിന്ദുമതം ഉപേക്ഷിക്കണമെന്ന പക്ഷക്കാരായിരുന്നു. ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് ധാരാളം പുസ്തകങ്ങൾ അക്കാലത്ത് ഈഴവ നേതാക്കന്മാർ ഇറക്കിയിരുന്നു. ഈ മാധവൻ എഴുതിയ സ്വതന്ത്ര സമുദായം, ഈഴവർ ഹിന്ദുക്കളല്ല എന്ന പുസ്തകവും അരയമ്പറമ്പിൽ ഗോവിന്ദൻ BAയും കോട്ടായി കുമാരനും KR അച്യുതൻ MAയും PV കുഞ്ഞിക്കുട്ടൻ നെടുങ്ങാടിയും ചേർന്ന് എഴുതിയ അവർണർക്കെങ്ങനെ സ്വതന്ത്രരാകാം അഥവാ തീയരുടെ അഭിവൃദ്ധി മാർഗങ്ങൾ എന്ന പുസ്തകവും ഈ വിഷയത്തിൽ എഴുതപ്പെട്ട അനേകം പുസ്തകങ്ങളിൽ ചിലതാണ്. ഇഴവർ ഹിന്ദുമതം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദ്യം വന്നപ്പോൾ അതിൽ ഈ നേതാക്കന്മാർക്ക് ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. ചിലർ ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞു, ചിലർ സിഖ് മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞു, ചിലർ ബുദ്ധമതം സ്വീകരിക്കണം എന്ന് പറഞ്ഞു, വേറെ ചിലർ നമ്മൾ ഒരു മതത്തിലും ചേരാതെ സ്വതന്ത്ര സമുദായം നിൽക്കണം എന്നും പറഞ്ഞു. എന്നാൽ ഭൂരിപക്ഷം പേരും പറഞ്ഞത് ക്രിസ്തുമതം സ്വീകരിക്കണമെന്നായിരുന്നു. ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് പോകണം, ഇതായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെയും വാദം. അവരെല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ നാട്ടുകാരറിയാൻ വേണ്ടി പുസ്തകങ്ങളും എഴുതിയിരുന്നു. ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കണം എന്ന വാദക്കാരാണ് കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. തിരുവിതാംകൂർ ഹൈക്കോടതി വക്കീലായിരുന്ന C മാധവൻ പിള്ള MA BL 1930 എഴുതിയ 18 ലക്ഷം ഈഴവർക്ക് ക്രിസ്തു അല്ലാതെ ഗത്യന്തരമില്ല എന്ന ഗ്രന്ഥവും CV കുഞ്ഞിരാമൻ്റെ ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകവും അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഈഴവർ കൂട്ടത്തോടെ പാശ്ചാത്യ മിഷണറിമാരുടെ നേതൃത്വത്തിലുള്ള ആംഗ്ലിക്കൻ സഭയിൽ ചേരണമെന്ന് CV കുഞ്ഞിരാമൻ ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന കൃതിയിലൂടെ ആവശ്യപ്പെട്ടു. സവർണരായ എതിരാളികൾ ഈ പുസ്തകത്തിനെ കുഞ്ഞിരാമൻ്റെ മഞ്ഞപ്പുസ്തകം എന്ന് പരിഹസിച്ചു തള്ളിയെങ്കിലും കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു മഹാസംരംഭമായി ഈ കൃതിയുടെ പ്രസിദ്ധീകരണം തീർന്നു എന്നതാണ് വസ്തുത. ഇതുകൂടാതെ അക്കാലത്തെ മാസികകളിൽ ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന വിഷയത്തിൽ ഇവർ ലേഖനങ്ങൾ എഴുതുകയും റിട്ടൺ ഡിബേറ്റുകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. 1936 SNDP യോഗത്തിൻ്റെ ഒരുമാതിരി എല്ലാ ശാഖകളിലും ഈഴവർ ഹിന്ദുമതം ഉപേക്ഷിക്കണം എന്ന പ്രമേയം കൊണ്ടുവരികയും നല്ല ഭൂരിപക്ഷത്തോടെ അവയെല്ലാം പാസാക്കുകയും ചെയ്തതോടെ തിരുവിതാംകൂർ ഭരണകൂടത്തിന് ഇത് കനത്ത ഭീഷണിയായി. ഹിന്ദുമതത്തിലെ ജനസംഖ്യ കുറയുമെന്ന ഭയം ദിവാൻ
സർ CP രാമസ്വാമി അയ്യർ ഉൾപ്പെടെയുള്ളവരെ സമ്മർദ്ദത്തിലാക്കി. അപ്പോൾ ഈഴവരുടെ ഈ മതം മാറ്റ ഭീഷണിയെ മറികടക്കാനും ഹിന്ദുക്കളുടെ ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആ ജനസംഖ്യ അത് കുറഞ്ഞു പോകാതെ നിലനിർത്താനും വേണ്ടിയാണ് 1936 നവംബർ 12 തിരുവിതാംകൂർ മഹാരാജാവ് ചരിത്രപരമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ചരിത്രം ഇതാണ്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. വിശദമായിട്ട് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവം അനുവദിച്ചാൽ എന്തെങ്കിലും ഞാനത് പറയാം. അപ്പോൾ ഈ വിളംബരം വഴി ഈഴവർ ഉൾപ്പെടെയുള്ള അവർണർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിക്കുകയും അതുവഴി കൂട്ടമതപരിവർത്തന നീക്കം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിനു മുമ്പേ തന്നെ ഈ കൂട്ടമത പരിവർത്തനത്തിന് ഏറ്റവും കൂടുതൽ എതിർത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കൂട്ടമത പരിവർത്തനത്തിന് വന്നവരല്ല, ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ വന്നവരാണ്. ഓരോ വ്യക്തിയോടും ഞങ്ങൾ സുവിശേഷം പറയും, സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവനെ മാത്രമേ ഞങ്ങൾ സ്നാനപ്പെടുത്തി ഞങ്ങളുടെ കൂടെ കൂട്ടുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. കൂട്ടമതം മാറ്റം ഞങ്ങളുടെ അജണ്ടയിലില്ലാന്നും പറഞ്ഞ് ഇവർ തന്നെ തള്ളിയതാണ്, ക്രിസ്ത്യൻ മിഷണറിമാർ തള്ളിയതാണ്. അതാണ് ഞാൻ പറയാൻ ചരിത്രം കുറേ ഉണ്ട്. പക്ഷേ അതല്ല ഇപ്പോഴത്തെ വിഷയം. ഇവിടെ ഞാൻ ഈഴവ സംഖ്യകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് ആർഷ സംസ്കാരത്തിന് വേണ്ടി ജയ് വിളിക്കാൻ നടക്കുന്ന ഈഴവ സംഖ്യകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് പറയുന്നത് പോലെ ആർഷ സംസ്കാരം മഹാസംഭവമായിരുന്നെങ്കിൽ, അതിനകത്തും ജീവിച്ച ആൾക്കാരൊക്കെ വളരെ സന്തോഷകരമായിട്ട് സുഖകരമായിട്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ, എന്തിനാണ് നിങ്ങളുടെ പൂർവികർ ആ മതം ഉപേക്ഷിക്കാൻ പ്രമേയം പാസാക്കിയത്? എന്തിനാ? അതോ നിങ്ങളുടെ പൂർവികർ മണ്ടന്മാരോ തലയ്ക്ക് സുഖമില്ലാത്തവരോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനൊരു വാദം നിങ്ങൾക്കുണ്ടോ? കാരണം മണ്ടന്മാരും അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്തവരുമായ ആൾക്കാർ, അവരാണ് നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള മഹത്തായ ഒന്നിനെ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രമേയം പാസ്സാക്കുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇനി ഈ ചോദ്യത്തിന് എന്നോട് ചോദിക്കുകയാണ് എന്ന് വെച്ചോ, ഇവർ മണ്ടന്മാരോ അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും ബോധക്കേട് സുബോധം ഇല്ലാത്തവരാണോ എന്നുള്ള ചോദ്യം എൻ്റെ നേരെ വരികയാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. ഈഴവ സംഖ്യകളെ, നിങ്ങളുടെ പൂർവികർ മണ്ടന്മാരായിരുന്നില്ല. ഹിന്ദുമതം ഉപേക്ഷിക്കാനുള്ള അവരുടെ തീരുമാനം ജാതിപരമായ അടിച്ചമർത്തലിനോടുള്ള ആത്മബോധമുള്ളതും യുക്തിസഹവുമായ അവരുടെ പ്രതിഷേധമായിരുന്നു. അവർ മഹത്തരമല്ലാത്ത ഒന്നിനെ ഉപേക്ഷിച്ച് അതിമഹത്തായ ഒന്നിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ആ ഒരൊറ്റ തീരുമാനം തന്നെ അവരെ തലയ്ക്ക് യാതൊരു കേടുമില്ലാത്ത സുബോധമുള്ളവരും ചിന്താശേഷിയുമുള്ള മനുഷ്യരായിരുന്നു അവരെന്ന് തെളിയിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഉത്തരം പറയും ഈഴവ സംഖ്യകളെ, നിങ്ങളെന്ന് വാദിക്കുന്നത് പോലെ ആർഷ സംസ്കാരം മഹാസംഭവമായിരുന്നെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പൂർവികർ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ പ്രമേയം പാസാക്കിയത്? അത് പറ. അതോ നിങ്ങളുടെ പൂർവികർ മണ്ടന്മാരും തലയ്ക്ക് സുഖമില്ലാത്തവരുമായ ആൾക്കാരായിരുന്നു എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? എന്താണ് നിങ്ങളുടെ വാദം? നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്താണ്? എനിക്ക് ആ മറുപടി കേൾക്കാൻ വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മറുപടികൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഉത്തരം പറയേണ്ടുന്നത്, നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത, നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായ ഒരു ചോദ്യമാണ്. നിങ്ങൾ ഈ ആർഷ സംസ്കാരം മഹത്തരമായതാണെന്ന് ഓരോ പ്രാവശ്യവും പറയുമ്പോഴും ഈ ചോദ്യം നിങ്ങളുടെ നേരെ വന്നുകൊണ്ടിരിക്കും. അത്ര മഹത്തരമായതാണതെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പൂർവികർ അത് ഉപേക്ഷിക്കാൻ പ്രമേയം പാസാക്കിയത്? അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.